ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതപ്പെട്ട ഒരധ്യായമുണ്ട്. അഹ്ലുബൈത്തിന്റെ തളിരിലകൾ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിലുണ്ണികളായ 2 പേരമക്കളുടെ കഥ. അവർ പ്രവാചകന്റെ വംശപരമ്പരയുടെ തുടർച്ചയായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗത്തിന്റെ പ്രതീകങ്ങൾ. പക്ഷേ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മനസാക്ഷി നിശബ്ദമാവുകയും കലഹങ്ങൾ രംഗപ്രവേശം ചെയ്യുകയും ആ മഹനീയ വ്യക്തിത്വങ്ങളുടെ സങ്കടകരമായ അന്ത്യത്തിന് ഹേതുകമാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വഫാത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ആ ഫിത്ന അഥവാ കുഴപ്പങ്ങൾ സത്യമാവുകയായിരുന്നു. കപടവിശ്വാസികളായ മുനാഫിക്കുകൾ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇളക്കിവിടുകയും മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിക്കുകയും ചെയ്തു. പ്രവാചക പൗത്രന്മാരായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷം നൽകിയും ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലും രക്തസാക്ഷികളായി. ഇന്നു മുണങ്ങാത്ത ആ മുറിവ് ഇസ്ലാമിക ചരിത്ര താളുകളിലെ അപലപനീയമായ ഒരു സംഭവ വികാസമാണ്. ഇന്ന് നമുക്ക് ആ ചരിത്രങ്ങളിലൂടെയും വിശുദ്ധ ജീവിതങ്ങളിലൂടെയും സഞ്ചരിക്കാം. നാഥൻ തുണക്കട്ടെ. ഹിജ്റ 3-ാം വർഷം പരിശുദ്ധ റമളാൻ മാസത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ആദ്യ പുത്രൻ ജനിക്കുന്നത്. ആ കുഞ്ഞിന് അലി റളിയല്ലാഹു അൻഹു ഹർബ് അഥവാ യുദ്ധം എന്ന് പേരിട്ടു. വിവരമറിഞ്ഞ് പ്രവാചകൻ മക്കളുടെ വീട്ടിലെത്തി. ഫാത്തിമ, എന്റെ മകനെ കാണിച്ചു തരൂ. നിങ്ങൾ അവൻ എന്ത് പേരാണ് നൽകിയിരിക്കുന്നത്? അത് കേട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവന് ഹർബ് എന്ന് പേരിട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് തിരുത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ സന്ദേശമനുസരിച്ച് ആ കുഞ്ഞിന് ഹസൻ എന്ന് നബി തങ്ങൾ പേരിട്ടു. അടുത്ത വർഷം ശഅബാൻ മാസത്തിൽ 2-ാമത്തെ പൗത്രൻ ജനിച്ചു. അലി റളിയല്ലാഹു അൻഹു വീണ്ടും ഹർബ് എന്ന പേര് നിർദ്ദേശിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഹുസൈൻ എന്ന പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. സ്വർഗത്തിലെ 2 റോസാപ്പൂക്കൾ അങ്ങനെ മക്കയുടെ മണൽ മരുഭൂമിയിൽ വളർന്നുകൊണ്ടിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനനത്തിന് മുൻപേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ ഒരു ഭയാനകമായ സ്വപ്നം കണ്ടിരുന്നു. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം മുറിഞ്ഞ് തന്റെ വീട്ടിൽ എത്തുന്നതായിരുന്നു ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്. കരഞ്ഞുകൊണ്ടുവന്ന അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സങ്കടപ്പെടേണ്ട, ഫാത്തിമക്ക് ഒരു മകൻ ജനിക്കും. നീ അവനെ നിന്റെ മകനോടൊപ്പം മുലയൂട്ടും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കെ ഒരിക്കൽ കുസൃതി കാട്ടിയതിന് ഉമ്മുൽ ഫദ്ൽ അവനെ ചെറുതായി ഒന്ന് ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. കരഞ്ഞുകൊണ്ടുവന്ന പേരക്കുട്ടിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ചു. അദ്ദേഹം പിന്നീട് ഉമ്മുൽ ഫദ്ലിനോട് പറഞ്ഞു, എന്റെ മകനെ ഇനി വേദനിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും കൂട്ടി ഗുസ്തി പിടിച്ച് കളിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഹസനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഉപ്പ, ഹുസൈൻ ചെറുതല്ലേ, അവനെയല്ലേ സഹായിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, ജിബ്രീൽ ഹുസൈനെ സഹായിക്കുന്നത് നീ കാണുന്നില്ലേ? അത്രമേൽ അനുഗ്രഹീതമായിരുന്നു അവരുടെ ബാല്യം. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സന്നിധിയിലെത്തി. ഹുസൈൻ ഓടി വന്ന് നബിയുടെ മടിയിലിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നത് കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അങ്ങേക്ക് ഈ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവർ എൻ്റെ സ്വർഗത്തിലെ പക്ഷികളാണ്. അപ്പോൾ
ജിബ്രീൽ അലൈഹിസ്സലാം സങ്കടത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ ഉമ്മത്ത് തന്നെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുക്കത്തോടെ ചോദിച്ചു, മുസ്ലിമീങ്ങൾ തന്നെ എൻ്റെ ഹുസൈനെ കൊല്ലുമെന്നോ? ജിബ്രീൽ അലൈഹിസ്സലാം അതേ എന്ന് പറയുകയും കർബലയിലെ ഒരു പിടി മണ്ണ് പ്രവാചകന് നൽകുകയും ചെയ്തു. ആ മണ്ണ് രക്തമായി മാറുന്ന ദിവസം ഹുസൈൻ രക്തസാക്ഷിയാകുമെന്ന് പ്രവാചകൻ ഉമ്മ സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിരുന്നു. തന്റെ പിതാവായ അലി റളിയല്ലാഹു അൻഹു കുത്തേറ്റു മരിക്കുമ്പോഴും ഹസൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഖലീഫയായി. എന്നാൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം ഒഴിഞ്ഞുകൊടുത്തു. പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. തന്റെ ഭാര്യയായ ജാദയെ ശത്രുക്കൾ സ്വാധീനിക്കുകയും ഉറക്കത്തിൽ ദാഹിച്ചുണരുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന് അവൾ വെള്ളത്തിൽ കടുത്ത വിഷം കലർത്തി നൽകുകയും ചെയ്തു. രക്തം ഛർദിച്ച് മടിക്കാൻ കിടക്കുമ്പോഴും തന്റെ കൊലയാളിയെ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. പ്രതികാരം നമ്മുടെ പൗരുഷമല്ല ഹുസൈൻ എന്ന് അദ്ദേഹം തന്റെ സഹോദരനെ ഓർമ്മിപ്പിച്ചു. പ്രവാചകന്റെ അടുത്ത് അടക്കം ചെയ്യാൻ പോലും ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല. ഇന്ന് ജന്നത്തുൽ ബഖീ അവിടുത്തെ ഖബർസ്ഥാനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹിജ്റ 60-ാം വർഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ യസീദ് അധികാരം പിടിച്ചെടുത്തു. ഇസ്ലാമിക തത്വങ്ങളിൽ നിന്നും അകന്ന് മദ്യപാനത്തിലും അധർമ്മത്തിലും മുഴുകിയ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിംഹാസനത്തിൽ യസീദിനെ പോലൊരാൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മത്തിന്റെ ഭാവിയിൽ ഭയന്ന ചില നീതിമാന്മാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. കൂഫയിലെ 18,000 ആളുകൾ ഒപ്പിട്ട കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അയക്കപ്പെട്ടു. അങ്ങ് വരണം, ഞങ്ങളെ നയിക്കാൻ അങ്ങാണ് യോഗ്യൻ എന്ന് അവർ ഹുസൈൻ തങ്ങളോട് അപേക്ഷിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരാൻ തീരുമാനിച്ചു. ആദ്യഘട്ടമെന്നോണം തന്റെ പ്രതിനിധിയായി മുസ്ലിം ബിൻ അഖീലിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് അയച്ചു. തുടക്കത്തിൽ വലിയ സ്വീകരണം ലഭിച്ചെങ്കിലും യസീദ് നിയോഗിച്ച ക്രൂരനായ ഗവർണർ ഇബ്നു സിയാദ് കൂഫക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. തന്റെ പക്ഷത്തിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി പിന്മാറുന്നത് കണ്ട് മുസ്ലിം ബിൻ അഖീൽ തകർന്നുപോയി. ഒടുവിൽ അദ്ദേഹം ശത്രുക്കളാൽ പിടിക്കപ്പെടുകയും ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്തു. ഈ വഞ്ചനയൊന്നും അറിയാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തോടൊപ്പം കൂഫയിലേക്ക് യാത്ര തിരിച്ചത്. യാത്രക്കിടയിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രമുഖരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. ഹുസൈൻ, അങ്ങ് പോകരുത്. കൂഫക്കാർ അങ്ങയുടെ പിതാവിനെ ചതിച്ചതുപോലെ അങ്ങയെയും ചതിക്കാനിടമുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിച്ചു. എന്നാൽ തന്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരിക്കുന്നവരെ കൈവിടുന്നത് പ്രവാചക പൗത്രന്റെ രീതിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. വഴിമധ്യേ മുസ്ലിം ബിൻ അഖീലിന്റെ മരണമറിഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നിയെങ്കിലും മടങ്ങിപ്പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ഇനിയൊരു തിരിച്ചുപോക്കില്ല. പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ പാതയെ മലിനമാക്കിയവർക്കെതിരെ പോരാടുക തന്നെ വേണം, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹിജ്റ 61-ാം വർഷം മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ അവർ കർബലയുടെ മണ്ണിലെത്തി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിൻപറ്റാത്തവർക്ക് മറുപടി നൽകാൻ തന്നെയായിരുന്നു ഹുസൈൻ തങ്ങളുടെ തീരുമാനം. ശത്രുക്കൾ ഹുസൈനെയും ഏകദേശം 80 പേർ മാത്രമടങ്ങുന്ന അദ്ദേഹത്തിന്റെ കൊച്ചു സംഘത്തെയും വളഞ്ഞു കീഴ്പ്പെടുത്തി. ഇതിൽ സ്ത്രീകളും കൊച്ചുകുട്ടികളും രോഗിയായ മകൻ സൈനുൽ ആബിദീനും ഒക്കെ ഉണ്ടായിരുന്നു. യസീദിന്റെ സൈന്യാധിപനായ ഉമർ ബിൻ സാദ്
4000-ഓളം വരുന്ന വലിയൊരു സൈന്യവുമായിട്ടാണ് അവിടെ തമ്പടിച്ചിരുന്നത്. അവർ ആദ്യം ചെയ്തത് ഹുസൈനും കുടുംബത്തിനും യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം തടയുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കൊച്ചുകുട്ടികൾ പോലും ദാഹിച്ചു കരയാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹു സമാധാനത്തിനുള്ള 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഇബ്നു സിയാദും കൂട്ടരും അത് നിരസിച്ചു കളഞ്ഞു. യസീദിന് കീഴ്പ്പെടുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവരുടെ നിലപാട്. ഹിജ്റ 61-ാം വർഷം മുഹറം 10-ന് മുമ്പുള്ള ഒരു രാത്രി ലോകം കണ്ട ഏറ്റവും വലിയ ആത്മസമർപ്പണത്തിന് അന്ന് അവിടം സാക്ഷ്യം വഹിച്ചു. തൻ്റെ കൂടെയുള്ളവർ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ലോകം എനിക്ക് വെറുമൊരു മൺകൂന മാത്രമാണ്. എനിക്കിവിടെ ജീവിക്കാൻ ഇനി ആഗ്രഹമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രാത്രിയുടെ ഇരുട്ടിനെ ഒരു വാഹനമാക്കി മാറ്റാം. നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞാൻ നിങ്ങളെ തടയില്ല. അദ്ദേഹം സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു. എന്നാൽ സ്നേഹനിധികളായ അനുചരന്മാർ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു: അല്ലാഹുവാണ് സത്യം. അങ്ങയെ വിട്ട് ഞങ്ങളെങ്ങോട്ടുമില്ല. അങ്ങയുടെ പിതാമഹന്റെ ചാരത്തെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ടാകും. മുഹറം 10 വെള്ളിയാഴ്ചയുടെ പ്രഭാതം. ലോകം അതിൻ്റെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ദിവസം. ശത്രു സൈന്യം ചുറ്റും വളഞ്ഞിട്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു ശാന്തനായിരുന്നു. ദിവസങ്ങളായി അവർക്ക് വെള്ളം നിഷേധിക്കപ്പെട്ടിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് പ്രവാചക പൗത്രനും കുടുംബത്തിനും ഒരു തുള്ളി വെള്ളം പോലും അനുവദിക്കാൻ ആ ക്രൂരന്മാർ തയ്യാറായില്ല. കൊച്ചുകുട്ടികൾ ദാഹിച്ചു കരയുമ്പോഴും തങ്ങളെ വീഴ്ത്തിക്കൊണ്ടിരുന്ന അമ്പുകൾക്കിടയിലും അവർ അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തരായിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരോ അനുചരന്മാരും വീരമൃത്യു വരിച്ചു. ഒടുവിൽ ആ മണലാരണ്യത്തിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒറ്റക്കായി. തൻ്റെ പിതാമഹനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാചാരവും വിശുദ്ധിയും പഠിപ്പിച്ച ഈ ഉമ്മത്തിലെ തന്നെ ഒരു വിഭാഗം ആ പൗത്രനെതിരെ വാളുകളുമായി നിന്നു. നിങ്ങൾ കൊല്ലാൻ പോകുന്നത് പ്രവാചകന്റെ മകനെയല്ലേ? അള്ളാഹുവിന് ഭയമില്ലേ നിങ്ങൾക്ക് എന്ന് അവിടുത്തെ സഹോദരി സൈനബ് റളിയല്ലാഹു അൻഹ സൈന്യാധിപനായ ഉമർ ബിൻ സാദിനോട് ചോദിച്ചുവെങ്കിലും ആ ഹൃദയങ്ങൾ കല്ലുപോലെ കഠിനമായി കഴിഞ്ഞിരുന്നു. പലതവണ അമ്പേറ്റും വെട്ടേറ്റും ആ ശരീരം തളർന്ന് അവശമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര ഹുസൈനെ ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. തൻ്റെ പിതാമഹന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ മദ്യപാനികളും അധർമ്മകാരികളുമായപ്പോൾ അവർക്ക് മുന്നിൽ തലകുനിക്കാതെ സത്യത്തിനു വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി. ദാഹത്താൽ ചുണ്ടുകൾ ഉണങ്ങിയിരുന്നെങ്കിലും ആത്മാവ് പിരിയുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ അദ്ദേഹത്തിൻ്റെ ദാഹം തീർത്തു കാണും. തൻ്റെ പിതാവായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും സഹോദരൻ ഹസന്റെയും അതേ പാതയിൽ ആ പ്രിയപൗത്രനും ചരിത്രത്തിൻ്റെ നിയോഗമായി. ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഇന്നും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നവരാണ്. അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് പ്രവാചകൻ കൊണ്ടുവന്ന സത്യമാർഗം സംരക്ഷിക്കാനായിരുന്നു അവരുടെ പോരാട്ടങ്ങൾ. അവരുടെ ത്യാഗം ലോകാവസാനം വരെ സ്മരിക്കപ്പെടുന്ന ധീരമായ ജീവിതങ്ങളാണ്.